الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله സദഖല്ലാഹുൽ അലിയുൽ അദീം. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരീ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. നാം ഹജ്ജിൻ്റെ മാസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ തമ്പുരാൻ്റെ ഭവനം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഉള്ള സമയമാണ് ഇത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മക്കയിലേക്ക് ഈ കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ അള്ളാഹുവിലേക്ക് ചെന്നു ചേരുന്ന നിവേദക സംഘങ്ങൾ പ്രയാണം ചെയ്യാനിരിക്കുകയാണ്. ആളുകൾ എത്തിത്തുടങ്ങി. ഇനിയും അവസരം കാത്ത് നമ്മുടെ സഹോദരന്മാർ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു നൽകിയ ആരാധനകളിൽ ഏറെ ശ്രേഷ്ഠമായതും നിർബന്ധ കർമ്മത്തിൽ അവസാനത്തേതുമാണ് ഹജ്ജ് എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മം ചെയ്യാൻ അവസരം ഒത്തുവന്ന ആളുകളോട് അവൻ്റെ ഭവനത്തിങ്കൽ ഈ കർമ്മം നിർവഹിക്കാൻ ശക്തമായി ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഈ ആഹ്വാനം നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച സൂറ ആലു ഇമ്രാനിലെ 97-ാമത് സൂക്തമാണ്, ആയത്താണ് മുഖദ്ദിമയിൽ ഊതി വെച്ചത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്. ആ ഭവനത്തിങ്കൽ ചെന്ന് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിക്കൽ വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. മനിസ്തതാഅ ഇലൈഹി സബീല. അങ്ങോട്ട് ചെന്നു ചേരാൻ ആവശ്യമായ ഉപാധികൾ ഒത്തുവന്നവർക്ക്, അങ്ങോട്ട് എത്തിപ്പെടാൻ എന്തെല്ലാം സാഹചര്യങ്ങളാണോ ഒത്തുവരേണ്ടത് ആ സാഹചര്യങ്ങൾ ഒത്തുവന്ന ആളുകൾ
ആ ഭവനത്തിങ്കൽ ചെന്ന് അള്ളാഹുവിന് വേണ്ടി ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. അത് ജനങ്ങളുടെ മേലുള്ള ബാധ്യതയാണ്, അള്ളാഹുവിനുള്ള കടപ്പാടിൻ്റെ ഭാഗമാണ്. വമൻ കഫറ, സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടും ഇനി ഒരാൾ വിസമ്മതിക്കുകയാണ് എങ്കിൽ, നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, മാലോകരെ ആശ്രയിച്ചല്ല അള്ളാഹുവിൻ്റെ നിലനിൽപ്പ് എന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് സൂറ ആലിമ്രാൻ 97-ാമത് സൂക്തം. സാഹചര്യങ്ങൾ എന്ന നിലക്ക് ആരോഗ്യപരമായ കഴിവും സാമ്പത്തികമായ ശേഷിയും അങ്ങോട്ട് എത്തിച്ചേരാൻ വഴിയുടെ സുരക്ഷ, യാത്രാ അനുവാദം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഒത്തുവരിക എന്നാണ് ഉദ്ദേശ്യം. ഈ സാധ്യതകളും സാഹചര്യങ്ങളും ഒത്തുവന്നാൽ വേഗത്തിൽ ഈ കർമ്മം നിർവഹിക്കൽ ഏതൊരു വിശ്വാസിയുടെ മേലും നിർബന്ധമാണ് എന്ന് ഈ ആയത്ത് വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ആലി ഇമ്രാനിലെ 97-ാമത് സൂക്തത്തെ വിശദീകരിച്ച് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്യത്തെ യഥാവിധി പഠിപ്പിച്ച സന്ദർഭത്തിൽ സഹാബൈ കിറാമിനെ കേൾപ്പിച്ച ഒരു തിരുവചനം ഇങ്ങനെയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅജ്ജലൂ ഇലൽ ഹജ്ജ്, നിങ്ങൾ ഈ സന്ദർഭങ്ങൾ ഒത്തുവന്നാൽ, സാധ്യതകൾ ഒത്തുവന്നാൽ വേഗത്തിൽ ഹജ്ജ് ചെയ്യുക. ഫഇന്ന അഹദക്കും ലാ യദ്രി മാ യഅരിദു ലഹു, അടുത്ത് എന്താണ് അവന് സംഭവിക്കുക എന്ന് അവൻ അറിയില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കുമോ? സാമ്പത്തിക ശേഷി തുടരുമോ? നിങ്ങൾക്ക് പോകാൻ വഴിയുടെ മാർഗം സുരക്ഷിതമാകുമോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അവസരം ഒത്തുവന്നാൽ വേഗത്തിൽ ഹജ്ജ് ചെയ്യണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിച്ചാൽ ഫൽയതഅജ്ജൽ, അവനത് വെച്ച് താമസിപ്പിക്കാതിരിക്കട്ടെ, വേഗത്തിൽ ചെയ്യട്ടെ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാധ്യത ഒത്തുവന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഈ കർമ്മം പൂർത്തീകരിക്കൽ ഏതൊരു വിശ്വാസിയുടെ മേലും നിർബന്ധമാണ് എന്ന് ഈ ആയത്തും തിരുവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ, സാഹചര്യം ഒത്തുവന്നിട്ടും ഈ കർമ്മത്തിന് പോകുന്നില്ല എങ്കിൽ, വർഷാവർഷം ഈ സമുദായത്തിനകത്ത് നിന്ന്, നമ്മുടെ മഹല്ലത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ആളുകൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ടും അവസരമെല്ലാം ഒത്ത് ശ്രമിച്ചാൽ വിധിയുണ്ടെങ്കിൽ എനിക്കും പോകാൻ വഴി തുറക്കും എന്ന ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടും അതിനുവേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നില്ല എങ്കിൽ അത്തരം ആളുകളെ കാഫിർ എന്ന് വിളിച്ചിട്ടുണ്ട് ഇസ്ലാം എന്ന് ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ. വമൻ കഫറ, സാഹചര്യമെല്ലാം ഒത്തുവന്നിട്ടും ഇനിയും പോവാതെ നിൽക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ കഫറ, അള്ളാഹുവിനെ നിഷേധിച്ചിരിക്കുകയാണ്. അവർ വിസമ്മതം പ്രകടിപ്പിച്ചിരിക്കുകയാണ്, അനുസരിക്കുകയില്ല എന്ന്. വമൻ കഫറ, ആരെങ്കിലും വിസമ്മതിച്ചാൽ, ആരെങ്കിലും അള്ളാഹു ഇത്രയും അനുഗ്രഹം നൽകിയിട്ടും, ഈ ഇസ്ലാം നൽകിയവരെ അനുഗ്രഹിച്ചിട്ടും ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെ നന്ദികേട് കാണിച്ചാൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, മാലോകരെ ആശ്രയിച്ചല്ല, നിങ്ങളെ ആരെയും നോക്കിയോ നിങ്ങളുടെ അവസ്ഥ പരിഗണിച്ചോ അല്ല അള്ളാഹുവിന്റെ നിലനിൽപ്പ് എന്ന് ഇവർ മനസ്സിലാക്കട്ടെ. അതൊരു താക്കീദിന്റെ സ്വരമാണ് എന്ന്, ഒരു വഈദിന്റെ തഹ്ദീദിന്റെ സ്വരമാണ് എന്ന് വളരെ കൃത്യമായി മുഫസ്സിരീങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മമ്മലിക സാദം വറാഹില, ഒരാൾക്ക് പോകാനുള്ള എല്ലാ സംവിധാനവും ഒരുങ്ങി, യാത്രക്കുള്ള അനുവാദവും കിട്ടി, അങ്ങനെ പോകാൻ അവസരം ഒത്തുവന്നിട്ട് വലം യഹുജ്ജ ബൈത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനത്തിങ്കൽ പോയി അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ ഫലാ യദുറുഹു മാത യഹൂദിയൻ ഔ നസ്രാനിയ, യഹൂദിയായോ നസ്രാനിയായോ മരിക്കാൻ അവൻ അധികം ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ഹബീബ് പറഞ്ഞു, മൻ മാത വലം യഹുജ്ജ, ഹജ്ജ് ചെയ്യാനുള്ള അവസരമൊക്കെ ഒത്തുവന്നിട്ടും ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ ഫൽയമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്രാനിയ, അവൻ യഹൂദിയായോ നസ്രാനിയായോ മരിക്കട്ടെ, അഥവാ ജെറൂസലേമിലേക്കോ വത്തിക്കാനിലേക്കോ തിരിഞ്ഞു കടന്ന് മരിച്ചോട്ടെ, കഅബയിലേക്ക് തിരിഞ്ഞു കടന്ന് മരിക്കേണ്ടതില്ല എന്നർത്ഥം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു. അദ്ദേഹം ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാ, ലഖദ് ഹമംതു, ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു,
അൻ അബ്അസ റിജാലൻ, കുറെ ആളുകളെ നിയോഗിക്കുക, ഇലാ ഹാദിഹിൽ അംസാർ, നമ്മുടെ ആളുകൾ ജീവിക്കുന്ന എല്ലാ നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും കുറെ ആളുകളെ നിയോഗിക്കാം. ഫയൻദുറു ഇലാ കുല്ലി മൻ കാന ലഹു ജദ്ദത്തുൻ ഫലം യഹുജ്, എല്ലാ സാഹചര്യവും ഒത്തുവന്നിട്ടും ഇനിയും ഹജ്ജിന് പോകാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ നിയോഗിച്ച ആളുകൾ പരീക്ഷിക്കട്ടെ, നിരീക്ഷിക്കട്ടെ, കണ്ടെത്തട്ടെ. ഫയദ്രിബു അലൈഹിമുൽ ജിസിയ, അങ്ങനെ സാഹചര്യം ഒത്തുവന്നിട്ടും ഹജ്ജിന് പോകാത്ത അത്തരം ആളുകളുടെ മേൽ ജിസിയ ചുമത്താൻ, പിഴ ചുമത്താൻ. ജിസിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് താമസിക്കുന്ന അമുസ്ലിം പൗരന്മാർ നൽകേണ്ടുന്ന ടാക്സിനാണ് ജിസിയ എന്ന് പറയാം. ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് ജീവിക്കുന്ന ദിമ്മികൾ, ഗൈറു മുസ്ലിമീങ്ങൾ, അമുസ്ലിം പൗരന്മാർ, അവർ ഭരണകൂടത്തിന് അടക്കേണ്ടുന്ന പിഴ, നികുതി, ടാക്സ്, അതിന് ജിസിയ എന്നാണ് പറയാ. അപ്പോ ഹജ്ജിന് അവസരം ഒത്തുവന്നിട്ടും ഹജ്ജിന് പോകാത്ത ഇത്തരം ആളുകൾ അവരെ കയ്യിൽ നിന്ന് ജിസിയ വാങ്ങണം. കാരണം മാഹുംബി മുസ്ലിമീൻ, മാഹുംബി മുസ്ലിമീൻ, അവര് മുസ്ലിമീങ്ങളല്ല. മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്ന് ജിസിയ വാങ്ങാറില്ല. മുസ്ലിമീങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ കൃത്യമായ സക്കാത്ത് ഖജനാവിൽ അടച്ചാൽ മതി. എന്നാൽ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഗൈറു മുസ്ലിമീങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് ടാക്സ് നൽകണം. അതിനാണ് ജിസിയ എന്ന് പറയാ. അവസരം ഒത്തുവന്നിട്ടും ഹജ്ജിന് പോകാത്ത ആളുകൾ നമുക്കിടയിലുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു സംഘത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവര് നടന്നിട്ട് മനുഷ്യർ അധിവസിക്കുന്ന പ്രദേശങ്ങളിലൂടെ കറങ്ങി തിരിഞ്ഞിട്ട് സാഹചര്യം ഒത്തുവന്നിട്ടും ഹജ്ജിന് പോകാത്ത ആളുകളെ കണ്ടെത്തട്ടെ. അങ്ങനെയുള്ള ആളുകളെ കയ്യിൽ നിന്ന് ഇനി സക്കാത്ത് വാങ്ങേണ്ട കാര്യമില്ല. അവരെ കയ്യിൽ നമുക്ക് ജിസിയ വാങ്ങിക്കാം. കാരണം അവരും മുസ്ലിമീങ്ങളല്ല. മാഹുംബി മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല. മുസ്ലിമീങ്ങളല്ലാത്തത് കൊണ്ട് അവർ ഈ ഖജനാവിലേക്ക് ജിസിയ അടച്ചാൽ മതി, ടാക്സ് അടച്ചാൽ മതി, അമുസ്ലിമീങ്ങൾ അടക്കുന്ന ടാക്സ് എന്ന് അങ്ങനെ ഒരു നികുതി ചുമത്തിയിട്ട് അവരെ അമുസ്ലിം ഗണത്തിലേക്ക് പെടുത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. സഹോദരി സഹോദരന്മാരെ, ഇത്രയും പറഞ്ഞത് ഇസ്ലാം നൽകുന്ന ഈ ഊന്നൽ മനസ്സിലാക്കാനാണ്. അധിക വർത്തമാനം നമ്മൾ തമ്മിൽ വേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ലഭ്യമായ അനുഗ്രഹങ്ങൾ കയ്യിലുള്ള മനുഷ്യർ നിർബന്ധമായ ഈ ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിറകോട്ട് പോകാൻ പാടില്ല എന്നും, ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അത്തരത്തിലുള്ള പോകാൻ സാഹചര്യം ഒത്തുവന്ന പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോകാൻ മാത്രമുള്ളത് എന്റെ കയ്യിലും ഉണ്ടല്ലോ എന്ന തിരിച്ചറിവ് ഹൃദയ മസ്തിഷ്കത്തിൽ ഒരു വെളിച്ചപ്പാട് പോലെ കടന്നു വരുമ്പോ ഹജ്ജിന് പോകാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അവർ കാഫിരീങ്ങളോ ഗൈറു മുസ്ലിമീങ്ങളോ ആണെന്നും അവർ വത്തിക്കാനിലേക്കോ ജെറൂസലേമിലേക്കോ തിരിഞ്ഞു കടന്ന് മരിച്ചോട്ടെ എന്നും, അത്തരം നന്ദി കെട്ടവർ യഥാർത്ഥത്തിൽ അവരോട് അള്ളാഹു കാണിക്കാൻ പോകുന്നത് അങ്ങേ അറ്റ താക്കീതോടെയുള്ള ഇടപെടലാണ് എന്നും വിനയപുരസ്സരം ഈ ആയാത്തുകളും ഹദീസുകളും നമ്മെ ബോധവൽക്കരിക്കുന്നു. പടച്ചതമ്പുരാൻ അവന്റെ ഭവനത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഈ ആളുകളെ. ഹജ്ജ് ഉദ്ദേശിച്ച് അങ്ങോട്ടാണ് വിളിക്കുന്നത്, ഉംറ ഉദ്ദേശം അങ്ങോട്ട് തന്നെ. അങ്ങോട്ട് വിളിക്കാൻ അള്ളാഹു ചില ന്യായങ്ങൾ സമർത്ഥിച്ചിരിക്കുന്നു ഖുർആനിൽ. സൂറ ആലിമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭവനത്തിലേക്ക് മനുഷ്യരെ ഹജ്ജിന് വിളിക്കാനുള്ള ന്യായം പറഞ്ഞ കൂട്ടത്തിലാണ് ഹജ്ജ് കർമ്മം നിർബന്ധമാണ്, വഴിയും സാമ്പത്തികവും അതുപോലെ തന്നെ ആരോഗ്യവും ഒത്തുവന്ന എല്ലാവർക്കും എന്ന ഈ ഭാഗം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സൂക്തത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: ഖുൽ, പ്രവാചകരെ അങ്ങ് അവരോട് പറഞ്ഞേക്കുക, സ്വദഖല്ലാഹ്, സത്യം അള്ളാഹു അരുൾ ചെയ്ത ഈ വർത്തമാനങ്ങളാണ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെല്ലാം സത്യമാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, അതുകൊണ്ട് നിങ്ങൾ ഹൃജുമാനസനായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ അലൈഹിസ്സലാം പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ശിർക്കൻ ചിന്താഗതി വെച്ചു പുലർത്തുന്നവനായിരുന്നില്ല, അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസ്, അള്ളാഹു മാലോകർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആദ്യത്തെ ഭവനം നിശ്ചയം ലല്ലദീ ബി ബക്ക, അത് ബക്ക അഥവാ മക്കയാകുന്ന ഈ സ്ഥലത്തുള്ള ഭവനമാണ്. മുബാറകം വഹുദൻ ലിൽ ആലമീൻ, അത് മാലോകർക്ക് അനുഗ്രഹമാണ്, അവർക്ക് സന്മാർഗത്തിന്റെ കേന്ദ്രമാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അവിടെ ഒരുപാട് അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളുമുണ്ട്. മഖാമു ഇബ്രാഹിം, സർവോപരി അവിടെ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ല്, അദ്ദേഹം നിന്ന സ്ഥാനവും അവിടെയുണ്ട്. വമൻ ദഖലഹു കാന ആമിന, ആർ ആ ഇടത്ത് പ്രവേശിച്ചുവോ അവർ നിർഭയരായി. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, അള്ളാഹുവിനോട് മനുഷ്യർക്ക് ബാധ്യതയുണ്ട് ആ ഭവനത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യാൻ. മനിസ്തതാ ഇലൈഹി സബീല,
അങ്ങോട്ട് എത്തിപ്പെടാൻ അവസരം ഒരുങ്ങി വന്ന ആളുകൾക്ക്. വമൻ കഫറ, ഇനി ആരെങ്കിലും അവസരം ഒത്തുവന്നിട്ടും നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, മാലോകരെ ആശ്രയിച്ചല്ല അള്ളാഹുവിന്റെ നിലനിൽപ്പ് എന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. സൂറ ആലിമ്രാനിലെ 95 മുതൽ 97 കൂടിയ സൂക്തങ്ങൾ. അപ്പോൾ ആ ഭവനത്തിങ്കൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ജനങ്ങൾക്ക് അള്ളാഹുവിനോട് ബാധ്യതയുണ്ട് എന്ന കാര്യവും, അങ്ങനെ അവസരം ഒത്തുവന്നിട്ട് ചെയ്യാത്തവർ നന്ദി കെട്ടവരാണെന്നും നന്ദികേട് കാണിച്ചവരാണെന്നും നിഷേധികളാണ് എന്നുമുള്ള ഭാഗം വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് അങ്ങോട്ട് ചെന്നു ചേരാനുള്ള ന്യായങ്ങൾ സമർപ്പിച്ച ശേഷമാണ്. ആ ന്യായങ്ങളിൽ ഒന്ന്, അത് ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റുന്നതിന്റെ ഭാഗമാണ്. കുൽ സദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് വളരെ ശരിയാണ്. പടച്ചവൻ പഠിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം സത്യമാണ്. അള്ളാഹു പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് പ്രവാചകരെ അവരോട് പറയുക. അതുകൊണ്ട് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റുക. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹനീഫ് ആയിരുന്നു, ഹൃജുമാനസനായിരുന്നു, വക്രതയില്ലാത്തവനായിരുന്നു, നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്നവനായിരുന്നു. അള്ളാഹു കൽപ്പിച്ചത് അപ്പടി സ്വീകരിക്കുന്നവനായിരുന്നു. അവിടെ സ്വന്തം താല്പര്യങ്ങളെ ബലി കഴിക്കാൻ തയ്യാറുള്ളവനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം ഒരു ശിർക്കൻ ചിന്താഗതിയും കൊണ്ട് നടന്നിരുന്നില്ല. അതുകൊണ്ട് ആ ഭവനത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യുക എന്നതിന്റെ ന്യായം ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റുക എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നേരത്തെ ഉള്ള തറയുടെ മേൽ ഭവനം പണിതത് എന്നും, അങ്ങനെ ഈ കർമ്മം മാലോകരെ പഠിപ്പിച്ചത് അദ്ദേഹമാണെന്നും, ഈ കർമ്മത്തിനായി മാലോകരെ അള്ളാഹു ക്ഷണിച്ചത് അദ്ദേഹത്തിലൂടെയാണെന്നും വളരെ വ്യക്തമായി നമുക്കറിയാം. അതുകൊണ്ട് ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റാൻ വിശ്വാസികളായ നമ്മളോട് അള്ളാഹുവിന്റെ ആഹ്വാനം, ഫത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ അനുധാവനം ചെയ്യുക മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിമി മില്ലത്തിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആത്മാഭിമാനത്തോടെ മക്കയിലെ മുശ്രിക്കീങ്ങളോടും മദീനയിലെ അഹ്ലി കിതാബുകാരോടും പറഞ്ഞിരുന്നു, അനമിൻ മില്ലത്തി ഇബ്രാഹിം, അനമിൻ മില്ലത്തി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിമി മില്ലത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വമാ കാന യഹൂദിയൻ വലാ നസ്രാനിയ, അദ്ദേഹം യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വഴിപ്പെട്ട വിശ്വാസിയായിരുന്നു. ആ വിശ്വാസിയുടെ പാതയിലാണ്, ആ വിശ്വാസിയുടെ വഴിയിലാണ് ശേഷമുള്ള പ്രവാചകന്മാർ വന്നത്. ആ വഴിത്താരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതുകൊണ്ട് ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റുക എന്ന നമ്മുടെ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമാണ്. കഅബാലയത്തിലേക്ക് അള്ളാഹു ക്ഷണിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ നിർവഹിക്കപ്പെട്ട ഈ കർമ്മം 4000 വർഷങ്ങൾക്കപ്പുറത്ത് തുടങ്ങിയത്, അതതിന്റെ ക്രമത്തിൽ ഒരിക്കലും നിലക്കാതെ ഇസ്ലാമിന്റെ രീതി വിട്ട് ജഹാലത്തിന്റെ ജാഹിലിയത്തിന്റെ അവസ്ഥയിലേക്ക് പോയിപ്പോയ സമയത്തും അതതിന്റെ രീതിയിൽ മുറതെറ്റാതെ നടന്നിരുന്നു എന്ന്, അത് കോലംകെട്ട ഹജ്ജായിരുന്നപ്പോൾ പോലും പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കോലപ്പെടുത്തിയതാണ് എന്നുമൊക്കെ ചരിത്രം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മില്ലത്ത് അലൈഹിസ്സലാം, അതിനെ പിൻപറ്റുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഈ ഭവനത്തിൽ വരണം. അദ്ദേഹത്തിലൂടെ അള്ളാഹു നിങ്ങളെ വിളിച്ചതാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നീ ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തിന് ഉത്തരം ചെയ്ത്, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് ഈ യാത്ര. രണ്ടാമത് ന്യായം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, മാലോകർക്ക് വേണ്ടി അള്ളാഹു പണി കഴിപ്പിച്ച ഭവനം അവിടെയുണ്ട് എന്നതാണ്. അതുകൊണ്ട് ആ ഭവനത്തിങ്കൽ ചെല്ലാൻ നമ്മുടെ ഹൃദയത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്ന കേന്ദ്രം, ലോകത്ത് നാം ഇഷ്ടപ്പെടുന്ന ഇടമാണ് മക്ക. മക്കയിൽ നാം ചെന്നു ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ നാം ഏറെ കൊതിക്കുന്ന ഇടമാണ് കഅബ. അങ്ങോട്ട് എത്താൻ വെമ്പൽ കൊള്ളുന്ന മനസ്സാണ് ഒരു വിശ്വാസിക്കുണ്ടാവുക. 5 നേരം ആ കഅബയിലേക്ക് തിരിഞ്ഞാണ് അവൻ നമസ്കരിക്കുന്നത്. മരിച്ചാൽ പോലും തിരിച്ചു കിടത്തുന്നതും അങ്ങോട്ട് തന്നെ. ഒരിക്കലും അതിനെ അനാദരിക്കുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ചെറുപ്പനെ നാം പഠിച്ചിട്ടുണ്ട് ഫിഖഹിന്റെ കിതാബിൽ. കഅബക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം പാടില്ല എന്നത് അതിനോടുള്ള ആദരവിനെ, അതിനെ നാം ആദരിക്കേണ്ടതിന്റെ ആവശ്യകതയെ വളരെ കൃത്യമായി ബോധവൽക്കരിക്കുന്നു. എങ്കിൽ ആ ഭവനത്തിൽ ചെന്നു ചേരാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ആ ഭവനത്തിലേക്ക് വരിക. അള്ളാഹു മാലോകർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആദ്യത്തെ ഭവനം ലല്ലദീ ബി ബക്ക, ബക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഭവനമാണ്. ഇവിടെ മക്ക എന്നല്ല പറഞ്ഞത്, ബക്ക എന്നാണ് പറഞ്ഞത്. ബക്ക യബുക്കു എന്ന പദത്തിന്റെ അർത്ഥം അതിക്രമിച്ച് അന്യായ രൂപേണ അവിടെ ആര് ചെല്ലുന്നുവോ ആ പ്രദേശത്തിന്റെ ഹുർമത്തിനെ, അതിന്റെ പവിത്രതയെ, ആ പ്രദേശത്തിന്റെ നിർഭയത്വത്തെ, അതിന്റെ മഹത്വത്തെ, കറമിനെ, ഷറഫിനെ മാനിക്കാതെ ഒരാൾ ചെന്നാൽ അവനോട് അള്ളാഹു അവനെ യഥാവിധി കൈകാര്യം ചെയ്തു വിടുമെന്നാണ്.
ബക്ക യബുക്കു എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറുന്നവൻ കൈവക്കപ്പെടുമെന്നാണ്. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതുകൊണ്ട് അത്തരം പവിത്രമായ സ്ഥലം, അള്ളാഹു നേർക്കുനേരെ ശ്രദ്ധിക്കുന്ന ഇടം, അവന്റെ ഇടത്തിലേക്ക്, അവൻ മാലോകർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഭവനത്തിലേക്ക് നിങ്ങൾ വരിക. മുബാറഖൻ, അത് അനുഗ്രഹത്തിന്റെ കേന്ദ്രമാണ്. വഹുദൻ ലിൽ ആലമീൻ, അത് മാലോകർക്ക് ഈ സന്മാർഗത്തിന്റെ കേന്ദ്രമാണ്. അഥവാ ഭൂമിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഈ സന്ദേശത്തിന്റെ പ്രസാരണം നടക്കണം. ആ ഭവനത്തിങ്കൽ ചെന്ന് ആ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ അടയാളങ്ങളെ ശരിയായി മനസ്സിലാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന് അതിന്റെ പ്രബോധകരും പ്രചാരകരുമായി മാറാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നതിനാൽ നിങ്ങൾ അവിടെ വരണം. എന്നിട്ട് നിങ്ങൾ ഇത് കാണണം. അങ്ങനെ നിങ്ങൾ കാണേണ്ടുന്ന ഒരുപാട് അടയാളങ്ങളുണ്ട്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏകനായ അള്ളാഹുവിനെ കൃത്യമായി നിങ്ങളെ ബോധവൽക്കരിക്കുന്ന, ആ ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള വെളിച്ചം സന്മാർഗമായി മാലോകരിലേക്ക് എത്തേണ്ടുന്ന, ആ സന്മാർഗത്തെ യഥാവിധി അടയാളപ്പെടുത്തുന്ന അടയാളങ്ങൾ ധാരാളമായിട്ട് അവിടെയുണ്ട്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അവിടെ ഒരുപാട് അടയാളങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, സർവോപരി ഈ മില്ലത്തിനെ, ഇബ്രാഹിമി മില്ലത്തിലെ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം നിന്ന സ്ഥലം, അതും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം മാലോകരെ അറിയിച്ച ഏകനായ തമ്പുരാന്റെ ഈ തെളിഞ്ഞ സന്ദേശം അത് മാലോകരിലേക്ക് എത്തിക്കേണ്ടുന്ന അതിന്റെ പ്രഭവ കേന്ദ്രമാണത്. അതുകൊണ്ട് നിങ്ങൾ ആ ഭവനത്തിൽ ചെല്ലണം. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമ ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന, സർവോപരി അതിനകത്ത് നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ നിർഭയരായി. ആ നിർഭയത്വത്തിന്റെ, സാന്ത്വനത്തിന്റെ, സമാധാനത്തിന്റെ ഗാംഭീര്യവും ഗരിമയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി ഈ തെളിഞ്ഞ വിശ്വാസക്രമത്തിൽ അങ്ങ് അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന അങ്ങേയറ്റത്തെ സമാധാനം, ആ നിർഭയത്വം നിങ്ങൾക്ക് അവിടെ അനുഭവിക്കാം. അതുകൊണ്ട് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ഈ ന്യായങ്ങളെല്ലാം മുമ്പിൽ വെച്ച് നിങ്ങൾ അറിയണം. എത്തിപ്പെടാൻ സാധ്യതകൾ ഒരുങ്ങി വന്ന എല്ലാവരും ആ ഭവനത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യണം. അത് നിങ്ങൾക്ക് അള്ളാഹുവിനുള്ള ബാധ്യതയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഈ ആയാത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ന്യായങ്ങളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ആ ഭവനത്തിൽ ചെല്ലാൻ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു. ആ ഉത്ബോധനത്തിന്റെ ആദ്യ ഭാഗം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയ 2 പദാവലികൾ ശ്രദ്ധേയമാണ്. ഒന്ന്, അദ്ദേഹം ഹനീഫ് ആയിരുന്നു, അള്ളാഹുവിന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വഴിപ്പെടുന്നവൻ, കലവറയില്ലാതെ സമർപ്പിക്കുന്നവൻ, അള്ളാഹ് ആവശ്യപ്പെട്ടതെല്ലാം നൽകുന്ന ഒരാൾ. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചരിത്രമെന്ന് നമുക്കറിയാം. അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷണത്തിന്റെ അരിപ്പകളിലൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്തത്. കൽപ്പിച്ചതെല്ലാം അദ്ദേഹം ചെയ്തു. അള്ളാഹ് പരീക്ഷിച്ചതെല്ലാം അദ്ദേഹം നിർവഹിച്ചു. വൈദ്ബതല ഇബ്രാഹിമ റബ്ബുഹു ബി കലിമാത്തിൻ ഫഅതമ്മഹുന്ന, അള്ളാഹു അദ്ദേഹത്തെ എങ്ങനെയൊക്കെ പരീക്ഷിച്ചുവോ, മകനെ അറുക്കാനുള്ള പരീക്ഷണം വരെ എല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു. ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജഅലുക ലിന്നാസി ഇമാമ, അപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിന്നെ ജനങ്ങളുടെ നേതാവാക്കിയിരിക്കുന്നു. ലോകൈക നേതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മില്ലത്തിലാണെന്ന് പറയാൻ ഒരു വല്ലാത്ത ആത്മാഭിമാനം ഉണ്ടാവണം വിശ്വാസികൾക്ക് എന്നാണ് ഈ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, ഞാൻ മില്ലത്ത് ഇബ്രാഹിമിൽപ്പെട്ടവനാണ്, ഒരു പുതിയ മില്ലത്തുമായി വന്നവനല്ല. അതുകൊണ്ട് ആ മില്ലത്ത് ഇബ്രാഹിമിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിയണം. അദ്ദേഹത്തിന്റെ മാതൃക, അദ്ദേഹത്തെ നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഈ രംഗത്താണ്. ഒന്ന്, അദ്ദേഹം അള്ളാഹു ആവശ്യപ്പെട്ടത് മുഴുവൻ നൽകുന്നവനായിരുന്നു. അത് നമുക്ക് സാധിക്കണം എന്ന്. രണ്ടാമത്തേത്, വമാ കാന മിനൽ മുശ്രിക്കീൻ, ഷിർക്കിന്റെ അംശലേശമില്ലാതെ ജീവിച്ചവനായിരുന്നു. ഷിർക്കിന്റെ അംശലേശമില്ലാതെ ജീവിച്ചവൻ. മക്കക്കാരുടെ കുഴപ്പം എന്തെന്ന് പഠിക്കണം നമ്മൾ. എന്തായിരുന്നു മക്കക്കാരുടെ കുഴപ്പം? വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. ആ ഭാഗം സൂറത്ത് യൂസുഫിൽ. മക്കയിൽ ജീവിച്ചവർ പാരമ്പര്യം കൊണ്ട് മോശക്കാരല്ല. അവർ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിലിയുടെ പരമ്പരയാണ്. അവരുടെ പാരമ്പര്യം മോശമല്ല. അവര് ജീവിക്കുന്ന മണ്ണ് മോശമല്ല, ഇപ്പറഞ്ഞ മക്കയാണ്. അത് പവിത്രമായ മണ്ണ. അവര് കുടിക്കുന്ന വെള്ളവും മോശമല്ല, സംസമാണ്. അള്ളാഹു ഇസ്മായിൽ നബി അലൈഹിസ്സലാമക്ക് ദാഹിച്ചപ്പോൾ ഹാജറിന്റെ തേട്ടത്തിന് ഉത്തരമായി നൽകിയ സംസം, അതാണ് അവർ കുടിച്ച വെള്ളം. അവര് ശ്വസിക്കുന്നത് ഈ പവിത്രമായ മണ്ണിലെ വായുവാണ്. അവര് കഴിക്കുന്നത് അങ്ങേയറ്റം വിശുദ്ധമായ ഭക്ഷണ. പിന്നെ മക്കക്കാരുടെ ഭൂമിക നല്ലതാണ്, അവർ കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും നല്ലതാ, അവരുടെ പാരമ്പര്യവും കൊള്ളാം. പിന്നെ എന്തായിരുന്നു കുഴപ്പം എന്ന് നമ്മൾ ഇനിയും പഠിക്കണം. 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾ, എന്തായിരുന്നു മക്കക്കാരുടെ കുഴപ്പമെന്ന്?
അവരുടെ കുഴപ്പം ആ ഇബ്രാഹിമി മില്ലത്തിൽ ജീവിച്ച പരമ്പരയിലെ നല്ലവരായ മനുഷ്യരെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കാര്യങ്ങൾ നേടിത്തരാൻ കഴിവുള്ള ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചിരുന്നു. അതാണ് കുഴപ്പം. ഇനിയെങ്കിലും മനസ്സിലാകാത്തവർ ഇനിയും മനസ്സിലാകില്ല എന്ന് വിചാരിച്ച് കാതു തുറന്ന് കേൾക്കട്ടെ. അത് മാത്രമായിരുന്നു മക്കക്കാരുടെ കുഴപ്പം. വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിൽ 106-ാമത് സൂക്തത്തിൽ മക്കക്കാരുടെ കുഴപ്പത്തെ പറയുന്നുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഈ ആയത്ത് എഴുതി പോക്കറ്റിൽ വെക്കാൻ നമ്മൾ ശ്രമിക്കണം. വമാ യുഅ്മിനു അക്സറുഹും, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, ആ മക്കക്കാരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, മുശ്രിക്കീങ്ങളായിട്ടല്ലാതെ. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, പക്ഷെ അവർ മുശ്രിക്കീങ്ങളായിരുന്നു. ബിസ്മില്ലാഹി വലാത്ത വഉസ്സ വമനാത്ത എന്നതായിരുന്നു ക്രമം. ബിസ്മില്ല, അള്ളാഹുവിന്റെ പേരിൽ. പിന്നെ വലാത്ത വഉസ്സ വമനാത്ത, ലാത്ത ഉസ്സ മനാത്തമാരുടെ പേരിലും. അല്ല തന്നെ, അള്ളാഹിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അല്ല തന്നെയാണ് പരമമായ ദൈവം. പക്ഷേ ലാത്ത ഉസ്സ മനാത്തമാ ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ വലിയ ആളുകളാണ്. അവരോട് ഞങ്ങൾ സഹായം അർത്ഥിക്കും, തേടും, കാര്യങ്ങൾ പറയും, അവിടെയും ഞങ്ങൾ പോകും, അവർക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കും. ഇതായിരുന്നു അവിടെ ക്രമം. അപ്പോ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന അവർ പക്ഷേ മുശ്രിക്കീങ്ങളായിട്ടായിരുന്നു വിശ്വസിച്ചിരുന്നത്. നമ്മുടെ സമുദായത്തിനകത്തും ഇങ്ങനെ ഒരുപാട് പേർ. ഈ ആയത്ത് നമ്മുടെ സമുദായത്തിൽ നല്ലൊരു വിഭാഗത്തിന് ഫിറ്റാ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും മുഅ്മിനീങ്ങളായിട്ടില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ മുശ്രിക്കീങ്ങളായിട്ടല്ലാതെ. അവർ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ന്യായം, വമാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവരോടൊക്കെ പ്രാർത്ഥിക്കുന്നത്, ഈ ലാത്ത ഉസ്സ മനാത്തമാർ തുടങ്ങിയ ഈ മഹാരഥന്മാരായ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഇവർ അള്ളാഹുവിലേക്ക് എത്തിക്കുമെന്നത് കൊണ്ട് മാത്രമാണ്. ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത ആളുകളല്ലേ എന്ന നിലക്കാൻ എന്നായിരുന്നു അവരുടെ വാദം. അത് തന്നെയാണ് നമ്മുടെയും വാദം. നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറയുമ്പോഴും ഈ വാദത്തിൽ മാറ്റമൊന്നുമില്ല. ആ മക്കക്കാരായ മുശ്രിക്കുകളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത്? അല്ലെങ്കിൽ നമ്മിൽ എത്ര പേരുണ്ട്, ഈ സമുദായത്തിനകത്ത് എത്ര പേരുണ്ട് ശിർക്കിന്റെ അംശലേശമില്ലാതെ മുഅ്മിനീങ്ങളായവർ എന്ന് നാം സമുദായത്തോട് ചോദിക്കണം. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. ഈ മുസ്ലിം സമുദായത്തിനകത്ത് എത്ര പേരുണ്ട് ശിർക്കിന്റെ അംശലേശമില്ലാതെ മുഅ്മിനീങ്ങളായവർ? അതാണ് ഈ ആയത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞത് വളരെ കൃത്യ. അവരെ ഹജ്ജിനൊരു തൽബിയത്ത് ചൊല്ലാറുണ്ട് അത്രേ. നമുക്കൊരു തൽബിയത്ത് അറിയാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. മക്കക്കാർക്ക് ഒരു തൽബിയത്ത് ഉണ്ടായിരുന്നു. തഫ്സീർ ജലാലൈനിയിൽ ആ തൽബിയത്ത് മുഫസ്സിർ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാനു യഖൂലൂന ഫീ തൽബിയതിഹിം, അവർ ഇങ്ങനെയാണ് തൽബിയത്ത് ചൊല്ലാറുള്ളത്. ലബ്ബൈക ലാ ശരീക ലക, ലബ്ബൈക നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്തു. ലാ ശരീക ലക, നിനക്ക് പങ്കുകാരനില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക, നീ അംഗീകരിച്ച നിന്റെ ഈ പങ്കുകാരല്ലാതെ. ഇല്ലാ ശരീകൻ, ഈ പങ്കാളികളല്ലാതെ. ഹുവ ലക, അവരൊക്കെ നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക്, അവരെയും നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്, അവരുടെ ഉടമസ്ഥതയിലുള്ളതും നീ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലാ ശരീക ലക് ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക്ക് നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക്, നിനക്ക് പങ്കാളികളില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക്, നിനക്കുള്ള ഈ പങ്കാളികളല്ലാതെ. ഈ ഔലിയാക്കളൊക്കെ നിന്റെ ശരീക്കുകൾ തന്നെ. അവർക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട്. ആ കഴിവുകൾ തംലികുഹു, നീ തന്നെ അവർക്ക് നൽകിയതാണ്. അവരെയും നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാ മലക്, അവർ ഉടമപ്പെടുത്തിയതിനെയും നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഉസ്താദുമാരുടെ അതേ ഭാഷ. ഔലിയാക്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതൊക്കെ അള്ളാഹ് കൊടുത്തത് തന്നെ. അതുകൊണ്ട് നമുക്ക് ഈ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാം എന്ന വർത്തമാനത്തിന്റെ മാതൃക മുശ്രിക്കീങ്ങളുടെ തൽബിയത്തിലുണ്ടെന്ന് തഫ്സീർ ജലാലൈനി. ഔലിയാക്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതുകൊണ്ട് ഈ ഔലിയാക്കളൊക്കെ അള്ളാന്റേത് തന്നെ. ഇല്ലാ ശരീകൻ ഹുവ ലക്, ഈ ശരീക്കുകളൊക്കെ നിനക്കുള്ളത് തന്നെ. അവരെ ഉടമപ്പെടുത്തിയ നീയാണ്. ഔലിയാക്കൾ അള്ളാഹുവിൻ്റെതാണ്, അവരുടെ കഴിവുകളും നിന്റെതാണ്. തംലികുഹു വമാ മലക്,
അവരെ ഉടമപ്പെടുത്തിയ നീയാണ്, അഥവാ അവരൊക്കെ നിന്റേതാണ്, അവരുടെ കഴിവുകളും അതും നിന്റേത് തന്നെ എന്ന ന്യായം പറഞ്ഞ അവരും ഈ രൂപത്തിൽ തൽബിയത്തും ചൊല്ലി ഹജ്ജ് ചെയ്തത്, അള്ളാഹുൽ വിശ്വസിച്ചത് അവരിങ്ങനെയാണ്, മുശ്രിക്കീങ്ങളായിക്കൊണ്ട്. നമ്മളും നല്ലൊരു ശതമാനം അള്ളാഹുൽ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ശുദ്ധ മുശ്രിക്കീങ്ങളായിക്കൊണ്ട്. അതുകൊണ്ട് ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റുക എന്നത് ഹനീഫായിക്കൊണ്ട് വേണം എന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ മാതൃക ഇങ്ങനെയാണ്, വമാ കാന മിനൽ മുശ്രിക്കീൻ, വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുശ്രിക് ആയിരുന്നില്ല. ഷിർക്കിന്റെ അംശലേശം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ലക്ഷണമൊത്ത മുഅ്മിനാകാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിളിച്ചത്. പക്ഷെ വിളിച്ചിട്ട് ഉത്തരം ചെയ്യുമ്പോഴും ലക്ഷണമൊത്ത മുഅ്മിനാകാൻ തയ്യാറില്ലാത്തവർ, അതാണ് ഈ കാലഘട്ടത്തിന്റെ ദുരന്തം. അവിടെ കാണുന്ന ഒരുപാട് അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ അവരോട് പിന്നെയും പറയുന്നു, യഥാർത്ഥത്തിൽ ഇതെല്ലാം ഏകനായ അള്ളാഹുവിനെ മാത്രം കുറിക്കുന്നതാണ് എന്ന്. പക്ഷെ എന്നിട്ടും നമുക്കത് മനസ്സിലായില്ല. ആ ഭവനത്തെ നമ്മളാരും ആരാധിക്കുന്നില്ല. ആ ഭവനത്തിന്റെ അകം ശൂന്യമാണ്. അതൊരു കേന്ദ്രീകരിക്കുന്ന ബിന്ദു മാത്രമാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അതിനെയാണ് കേന്ദ്രീകരിക്കുന്നത്. എല്ലാവരും ഏകീകരിക്കുന്ന കേന്ദ്രം അതാണ് കഅബ. നാം കഅബയെ ആരാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ ഭവനത്തിന്റെ റബ്ബിനെ അവർ വഴിപ്പെട്ട് ജീവിക്കട്ടെ. ഭവനത്തെയല്ല അവർ ഇബാദത്ത് എടുക്കേണ്ടത്, ഭവനത്തെയല്ല വണങ്ങേണ്ടത്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ ഭവനത്തിന്റെ റബ്ബിനെ വണങ്ങട്ടെ, പ്രാർത്ഥിക്കട്ടെ, അർത്ഥിക്കട്ടെ, ആരാധിക്കട്ടെ, നമിക്കട്ടെ, പ്രകീർത്തനങ്ങൾ ചൊല്ലട്ടെ. അപ്പോൾ ആ ഭവനത്തെ നാം ആരാധിക്കുന്നില്ല. ആ ഭവനത്തിലെ കർമ്മത്തിന്റെ തുടക്കത്തിന്റെ അടയാളമാണ് ഹജറുൽ അസ്വദ്. ആ കല്ലിനെയും നാം ആരാധിക്കുന്നില്ല. അതൊരു കല്ല് മാത്രമാണ്. ഹജറുൽ അസ്വദ് ഒരു കല്ല് മാത്രമാണെന്ന് പറയാൻ നമുക്കൊരു ശങ്ക. ഷിർക്കിന്റെ അടയാളമാണത്. ഹജറുൽ അസ്വദ് ഒരു കല്ല് മാത്രമാണെന്ന് പറയാൻ ശങ്കയില്ലാത്തവനാണ് മുസ്ലിം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ കർമ്മം ചെയ്യുമ്പോൾ ഈ കല്ലിനെ മുത്തുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വർത്തമാനം ആബിസ് ബിൻ റബീഅ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു. ആബിസ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഖത്താബിനെ കണ്ടു, യുകബ്ബിലുൽ ഹജറ, അദ്ദേഹം ഈ കല്ലിനെ ചുംബിക്കുന്നു, ഹജറുൽ അസ്വദിനെ. വയഖൂൽ, അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇന്നി ഉഖബ്ബിലുക, ഞാനിതാ നിന്നെ ചുംബിക്കുന്നു. വഅഅലമു, എനിക്കറിയാം, അന്നക ഹജർ, നീ ഒരു കല്ല് മാത്രമാണ്. ഫലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി യുഖബ്ബിലുക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു എങ്കിൽ ലം ഉഖബ്ബിലുക, ഞാൻ നിന്നെ ചുംബിക്കില്ല. തിർമിദി ഉദ്ധരിച്ച ഹദീസ്. ബുഖാരിയുടെ ഹദീസിൽ കുറച്ചുകൂടിയുണ്ട്, ലാ തളറു വലാ തൻഫ, കല്ലാകുന്ന നീ ഒരു ഉപകാരവും ചെയ്യില്ല, നിന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്തൊരു കല്ല് മാത്രമാണ് നീ. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു എങ്കിൽ കല്ലേ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. അപ്പോൾ അതിനെ ചുംബിക്കുന്നത് പോലും ആരാധനാ ഭാവനയോടെ ആകാൻ പാടില്ല. ആ ചുംബനം തലമുറകളുടെ ചുംബനമേറ്റുവാങ്ങിയ കല്ലിൽ നാമും നമ്മുടെ ചുംബനം അർപ്പിക്കല. ആ മില്ലത്ത് ഇബ്രാഹിമിൽ പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ചുംബിക്കണം. ആ മില്ലത്ത് ഇബ്രാഹിമിൽ പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹബീബുമാരായ ഈ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം, ആ പരമ്പരയിലെ മഹാരഥന്മാർ റളിയല്ലാഹു തആല അൻഹും അവരുടെ ചുംബനം ഏറ്റുവാങ്ങിയ കല്ലിൽ എന്റെ ചുണ്ട് മുത്തുമ്പോൾ ഞാൻ ആ പതിതമായ പാവനമായ പരമ്പരയിലെ ഒരു കണ്ണിയായി ചേരുകയാണ്. അതാണ് അതിന്റെ വൈകാരികത. അതിനപ്പുറത്ത് അതിനോട് ആദരവും ബഹുമാനവും തോന്നുന്നവൻ ഷിർക്ക് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനാ. ഇതെന്തേ ഈ സമുദായത്തിന് മനസ്സിലാകാതെ പോയത്? എന്നാണ് ഈ സമുദായം ലക്ഷണമൊത്ത മുഅ്മിനീങ്ങളാവുക എന്ന് വിനയപുരസ്സരം നമ്മൾ ചിന്തിക്കുക. പിന്നെ ഒരുപാട് അടയാളങ്ങൾ. മഖാം ഇബ്രാഹിം, ഹജറുൽ അസ്വദിന്റെ മൂല, ഒന്നാമത് മൂലയായി എടുത്താൽ കഅബയുടെ കവാടം തൊട്ടടുത്ത്, അതിനിപ്പുറത്ത് മഖാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന ഇടം, ആ കല്ല് അടയാളമായിട്ട് അതൊരു വലിയ അടയാളമാണ്. രണ്ടാമത് മൂല മുതൽ മൂന്നാമത് മൂല വരെ ഒരു അരമതിൽ ഹിജ്റി ഇസ്മായിൽ ഹാജറ റളിയല്ലാഹു തആല അൻഹ ഇരുന്ന ഇടം, അത് കഅബയിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. ഹാജറിനെ അടയാളപ്പെടുത്തുന്നു റളിയല്ലാഹു തആല അൻഹയെ. നാം നടന്നുകൊണ്ടിരിക്കുന്ന മത്താഫിന് താഴെ സംസം കിണർ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെ അടയാളപ്പെടുത്തുന്നു. സഫ മർവ വീണ്ടും ഹാജറിനെ അനുസ്മരിപ്പിക്കുന്നു. ഇതെല്ലാം വലിയ വലിയ അടയാളങ്ങളാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്. മഖാമു ഇബ്രാഹിം, സൂറ ആലി ഇംറാൻ അല്ലാഹ് പറയാം, അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാം ഇബ്രാഹിമുണ്ട്. ഈ മഹാരഥന്മാരായ ഔലിയാക്കൾ
ആ ഔലിയാക്കളോട് നമ്മൾ പ്രാർത്ഥിക്കുമോ? അവിടെ പോയാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മക്കാം ഇബ്രാഹിമിന്റെ അടുക്കൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് കാര്യം പറയാൻ? നിങ്ങളുടെ കാര്യമെന്ന് അവിടെ ഉണർത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളാഹുമായി ഇത്രയേറെ അടുത്ത ഒരു ഔലിയാവ് വേറെയുണ്ടോ? ബാക്കി നാം സങ്കല്പിക്കുന്ന ഏത് ഔലിയാക്കളും എവിടെയാണ് വരിക എന്ന ലിസ്റ്റിലൊന്ന് ചേർത്ത് വെച്ച് നോക്ക്. ഖലീലുള്ള, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ, ലോകൈക നേതാവ്. അള്ളാഹു ഒരാളെ മാത്രമാണ് മനുഷ്യൻ തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചത്. ഹിജർ ഇസ്മായിൽ ഹാജർ അല്ലാഹു തആല അൻഹ, അള്ളാഹു അവർ ഇരുന്ന സ്ഥലം കഅബയിലേക്ക് ചേർത്ത് വെച്ചു എങ്കിൽ അവർ ഓടിയ ഓട്ടത്തെ എക്കാലത്തേക്കുമുള്ള ഒരു ഉന്നതമായ ആരാധനയുടെ മർമ്മമായി സഅയാക്കി നിശ്ചയിച്ചു എങ്കിൽ ആ ഹാജർ ഉമ്മച്ചയേക്കാൾ വലിയ ഒരു ബീവി വേറെയുണ്ടോ? സംസം ഇസ്മായിൽ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കറാമത്തല്ലേ? ദബീഹുല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരൊറ്റ മനുഷ്യനെ മാത്രമാണ് അറുക്കാൻ കൽപ്പിക്കപ്പെട്ടത്. അത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ഈ ഔലിയാക്കളോട് എന്തേ നിങ്ങൾ ഈ കഅബക്ക് ചുറ്റും നടക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തത്, സഹായം ചോദിക്കാത്തത്? നിങ്ങളുടെ പെൺമക്കളുടെ കാര്യം, ആൺമക്കളുടെ കാര്യം, നിങ്ങളുടെ കച്ചവടത്തിന്റെ കാര്യം, നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മക്കാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവോ? ഹിജർ ഇസ്മായിൽ കയറിയിട്ട് ഹാജറ ബീവിയോട് പ്രാർത്ഥിക്കുവോ? സംസം കുടിക്കുമ്പോ ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കുവോ? നഊദു ബില്ലാഹ്. അങ്ങനെ നമ്മൾ ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല? ഇവരാരും മഹാരഥന്മാരാവാഞ്ഞിട്ടല്ല, ഇവരെ പോലെ മുറ്റുവന്ന ഉത്തമരായ ഔലിയാക്കൾ വേറെയില്ല. പക്ഷേ പ്രാർത്ഥന അള്ളാഹുവിനോട്, സഹായ അർത്ഥനയും അള്ളാഹുവിനോട്, വണക്കവും അള്ളാഹുവിന്, പരമമായ അനുസരണവും അള്ളാഹുവിന്, ആരാധനയും അള്ളാഹുവിന്. അതാണ് ഹനഫിയത്ത്, അതാണ് ഹനീഫ്, അതാണ് ഷിർക്കിന്റെ അംശലേശമില്ലാത്ത ആരാധന, ഷിർക്കിന്റെ അംശലേശമില്ലാത്ത അനുസരണം. ഇത് അറിയാതെ പോയോ ഈ സമുദായം? വർഷങ്ങളായി ഹജ്ജിന് ഓടിക്കൂടിയിട്ടും. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വിളിച്ച് ഇതിനാ കഅബക്കകത്ത് നിർത്തിയിട്ടാണ് ഇവർ വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്നത്. കഅബക്ക് പുറത്തിവർ കിടത്തിയിട്ടാണ് മഹാരഥന്മാരുടെ ഖബറുകളെയാണ് അവർ സംവിധാനിച്ചിരുന്നത്. സഫയും മർവയുമുള്ള കുന്നുകളിൽ ഇരുത്തിയിട്ടാണ് അവർ മഹാരഥന്മാരെ പരിഗണിച്ചിരുന്നത്. ഇതായിരുന്നു മക്കയിലെ അവസ്ഥ. കഅബക്കകത്ത് നിർത്തിയിട്ട്, കഅബക്ക് പുറത്ത് കിടത്തിയിട്ട്, കുന്നുകളിൽ ഇരുത്തിയിട്ട്. ഇത് അവരുടെ ഈ വിഗ്രഹ ആരാധനയുടെ ഔലിയ സംവിധാനത്തിന്റെ രീതിയായിരുന്നു എങ്കിൽ നിങ്ങൾ പരിശോധിക്കണം. ഇന്ന് ഈ രീതി 3 കൂട്ടരുടെ അടുക്കല. മക്കക്കാരുടെ ഈ ശിർക്കൻ ചിന്താഗതി 3 വിഭാഗത്തിന്റെ അടുക്കല. ക്രൈസ്തവർ അവരുടെ ആരാധന നിർത്തിയിട്ടാണ് പൂജിക്കുക, എല്ലാ ദൈവങ്ങളും എഴുന്നേറ്റ് നിൽക്കുക ചെയ്യാം. ഹൈന്ദവർ അവരുടെ ആരാധനാലയത്തിൽ പീഠത്തിൽ ഇരുത്തിയിട്ടാണ് പൂജിക്കുക. നമ്മളെ ആളുകൾ ഖബറിൽ കിടത്തി ജാറമുണ്ടാക്കിയിട്ടാണ് പൂജിക്കുക. 3 കൂട്ടർ മുശ്രിക്കീങ്ങളാ, 3 കൂട്ടർ മുശ്രിക്കീങ്ങളാ. ഇനിയും നിങ്ങൾ ചിന്തിക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും വിഗ്രഹം ഉണ്ടായിരുന്നു കഅബക്കകത്ത്. പക്ഷെ ഹാജറ ബീവിയുടേത് ഉണ്ടായിരുന്നില്ല. ഹജറ ബീവി ഔലിയാവല്ലാഞ്ഞിട്ടാണോ? അല്ല. നൂഹ് നബി അലൈഹിസ്സലാം വന്ന കാലത്തെ വിഗ്രഹങ്ങളുടെ പേര് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അതിലും പെണ്ണില്ല. റസൂലുള്ളാഹി വന്ന കാലത്തെ മക്കയിലെ വിഗ്രഹങ്ങളുടെ പേരിലും പെണ്ണില്ല. ആദം ഇദ്രീസ് അലൈഹിസ്സലാമയുടെ ശേഷമാണ് നൂഹ് നബിയുടെ വരവ്. ആ ഇസ്ലാമിന്റെ പരമ്പരയിൽ ഷിർക്ക് വന്നുകൂടിയപ്പോ അവർ ഇടയാളന്മാരായി നിർത്തിയാൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇസ്മായിൽ നബിയുടെ ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ പരമ്പരയിലാണ് മക്കക്കാർ വന്നത്. അവരിൽ ഷിർക്ക് വന്നുകൂടിയപ്പോ അതിലും പെണ്ണുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കില്ലാത്ത ഔലിയാക്കൾ നമുക്കുണ്ടായി. അതുകൊണ്ട് മനമ്പത്ത് ബീവി, അക്കുളം ബീവി, ഇക്കുളം ബീവി, ഉമ്മച്ച, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. നാണമില്ല ഈ സമുദായത്തിന് എന്ന് വിനയപുരസ്സരം നിങ്ങൾ ചിന്തിക്കണ്ടേ? അതുകൊണ്ട് വമാ കാന മിനൽ മുശ്രിക്കീൻ, ഷിർക്കിന്റെ അംശലേശമില്ലാത്ത തമ്പുരാന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയനായ ഇബ്രാഹിമിന്റെ മില്ലത്ത് നിങ്ങൾ അതിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുവേൻ. അതിനുവേണ്ടി ഭവനത്തിലേക്ക് വരുവിൻ എന്നാണ് അള്ളാഹുവിന്റെ ആഹ്വാനം. ബാക്കി വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ യഥാവിധി പാലിച്ചുകൊണ്ട് ലക്ഷണമൊത്ത മുഅ്മിനീങ്ങളായി മാറാൻ, ശിർക്കിന്റെ അംശലേശമില്ലാത്ത വിശ്വാസികളായി തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ
وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن خلفاء الراشدين وأمراء المرشدين، عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.